ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു അടിപൊളി ലഞ്ചിൻ്റെ കോംബോ റെസിപ്പി ആയിട്ടാണ്. അതായത് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് 2 ബോംബാള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബോംബാള്ളി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എപ്പോഴും ഏത് കറി ഉണ്ടാക്കുമ്പോഴും അതിൽ കല്ലുപ്പ് ഇട്ടാലാണ് ടേസ്റ്റ് കൂടുതൽ. അത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ എന്നാലേ കല്ലുപ്പ് പെട്ടെന്ന് മെൽറ്റ് ആവുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഉപ്പിന് ലേശം കുറവൊക്കെ ഉണ്ടെങ്കിൽ ലേശം പൊടിയിപ്പിടാം, അങ്ങനെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പച്ചമുളകും ചെറുതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 5-6 തക്കാളി ഉണ്ടാവും ഇത്. അപ്പോൾ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ ചിക്കനിലേക്കാണ് നമ്മൾ ഏകദേശം ഇത്രയും ഇതെടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടട്ടോ. പിന്നെ അതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി എത്രയാണോ ഇട്ടെടുക്കുന്നത് അതിൻ്റെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണെങ്കിലും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ കറിയിൽ ആ ഫ്ലേവർ നന്നായിട്ടും കൂടെ ഇറങ്ങി വരുള്ളൂ. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല കേട്ടോ. ആവശ്യത്തിനുള്ള ചിക്കൻ മസാല നമ്മൾ ഇട്ട് കൊടുക്കുക. വീട്ടിലുണ്ടാക്കുന്ന മസാല ആണെങ്കിൽ അങ്ങനെ, അല്ല വാങ്ങിക്കാൻ പുറത്ത് കിട്ടും അതുപോലത്തെ ആണെങ്കിൽ അങ്ങനെ. ഇവിടെ ഇപ്പോൾ ഞാൻ വാങ്ങിച്ച മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ കറിയിൽ എപ്പോഴും ടേസ്റ്റ് കൂടുക മല്ലിയില ഇട്ടാലാണ്. മല്ലിയില ഇടുമ്പോഴാണ് കൂടുതൽ ചിക്കൻ കറിക്ക് ഒരു ഫ്ലേവർ തോന്നിക്കട്ടോ. പിന്നെ മല്ലിയില വേണമെങ്കിൽ നമുക്ക് ആദ്യം തുടക്കത്തിലും ചേർത്ത് കൊടുക്കാം, അവസാനം കറി ആക്കി കഴിഞ്ഞ ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ആ ഒരു പച്ച സ്മെല്ലൊക്കെ കൊണ്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കഴുകി വെച്ച ചിക്കൻ നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഇതുവരെ ചേർത്തിട്ടില്ല. നമ്മൾ മസാല ഇറങ്ങിയ വെള്ളവും അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതാക്കി കഴിഞ്ഞപ്പോൾ ആ എണ്ണ ഊറി വന്നതും അതൊക്കെയാണ് ഇതിലുള്ളത്. ഒരു തുള്ളി പോലും നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, ആ ഒരു തിളയ്ക്കുന്നതൊക്കെ തക്കാളീൻ്റെ എല്ലാത്തിൻ്റെ നീരുകളാണ്. പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൂടി കേട്ടോ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് അധികമായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതല്ല നമുക്ക് അങ്ങനെ വെള്ളം വേണ്ട എന്നാണെങ്കിൽ നമ്മൾ കുക്കർ അങ്ങനെ തന്നെ മൂടി വെക്കുക. അപ്പോൾ ഈ ചിക്കൻ ഇറങ്ങിയ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ടേസ്റ്റ് അതായിരിക്കും, പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ കറി കുറച്ചധികം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. പിന്നെ കരിവേപ്പില ഓൾറെഡി ഞങ്ങൾ മുമ്പ് ഇട്ടതാണ്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ചിക്കൻ കറി അവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് നമ്മളിതാ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ബോംബാള്ളിൻ്റെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് റോസ് കളറായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ എത്രയാണോ അരി ഇടുന്നത് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കല് കേട്ടോ. കാരണം വെച്ചാൽ ഫുഡിന് എപ്പോഴും ടേസ്റ്റ് മുമ്പിൽ നിൽക്കണമെങ്കിൽ കല്ലുപ്പ് തന്നെ വേണം. ഇനി അതിലേക്ക് കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത്. എന്നിട്ട് അതിലേക്ക് വെള്ളം തിളച്ചെന്ന് കണ്ടാൽ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ അതവിടെ വെന്ത് വന്നോളും. ഇതിന് ഇടയിൽ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ക്യാരറ്റ് നമ്മൾ ചില ആൾക്കാർ പെട്ടെന്ന് നേരത്തെ ചേർത്ത് കൊടുക്കും, ചില ആൾക്കാർ അല്ലാണ്ട് ചേർത്ത് കൊടുക്കും. പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കും വലിയ പീസാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചോറ് വെച്ചതിന് ശേഷം മാത്രം ഒരു പകുതി വേവെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ ക്യാരറ്റ് കടിക്കാനൊരു രസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെ ഐഡിയ പോലെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. ഇനി നമ്മളവിടെ മൂടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നോട്ടെ, അത് റെഡി ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ള കേട്ടോ. പിന്നെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ടുണ്ട്. അത് എന്താ വിട്ടുപോയതാണോ എന്നറിയില്ല, കറക്റ്റ് കാണുന്നില്ല ഇതിൽ. അപ്പോൾ അതുപോലെ നെയ്യ് ഇട്ടെടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ചോറിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ തന്നെ വെച്ച് മൂടി വെക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു ഇളക്കാണ്ട് വെക്കുമ്പോൾ ആ ടേസ്റ്റ് കൂടട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിതവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പപ്പടം പൊരിച്ചെടുക്കാൻ പോകട്ടെ. നമ്മൾ പപ്പടം വരെ നമ്മൾ ഈ ലഞ്ചിൽ കാണിക്കും, കാരണം ഇതൊരു ലഞ്ച് കോംബോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പപ്പടം നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ അധികം ആരും ഉപ്പേരി ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോംബോയിലേക്ക് കാബേജ് ഉപ്പേരിയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട്
ചേരുക. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ കാബേജ് ഉപ്പേരി ട്രൈ ചെയ്യുക. നമ്മളിവിടെ പപ്പടം പൊരിച്ചെടുത്ത അതേ ഓയിലിലേക്ക് തന്നെ ഇവിടെ ചിക്കന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതിന് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതാ ചിക്കനൊക്കെ നന്നായിട്ട് മസാല ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. മറക്കാണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.